അപ്പം നമ്മൾ സുഗുണയിലേക്ക് നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഒരു ഛത്തീസ്ഗഡിലെ റോക്ക് ഗാർഡൻ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, ഒരു പാർക്ക്. അപ്പോൾ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തൊരു മനോഹരമാണ് ഇവിടുത്തെ റോഡും വഴികളൊക്കെ, ഒരു നല്ല വൃത്തിയായൊരു അന്തരീക്ഷം. എന്തായാലും അവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ. എന്തൊക്കെ കാഴ്ചകൾ എന്ന് നമുക്ക് കാണാം വീഡിയോയിൽ. കല്ലുകൊണ്ടുള്ള കുറേ ഐറ്റംസ് ഉണ്ട്. അവിടെ ചരിത്രപരമായി എന്താ പറയണതെന്ന് വെച്ചാൽ ചണ്ഡീഗഡിലുള്ളൊരു ഉദ്യാനമാണ് റോക്ക് ഗാർഡൻ എന്നാണ് പറയണത് ഇവർ. ഇതിവിടെ ഉണ്ടാക്കിയത് 1957 എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതായത് നെഗ്ചന്ദ് എന്ന് പറഞ്ഞ ഒരാളെ സ്മരിച്ചുകൊണ്ടാണ് ഇവിടെ നെഗ്ചന്ദിൻ്റെ റോക്ക് ഗാർഡൻ എന്നാണ് ഇത് പറയുന്നത്. അതായത് നെഗ്ചന്ദ് എന്ന് പറയുന്ന ആളാണ് ഇത് ഉണ്ടാക്കിയതെന്നാണ് ഇവർ പറയുന്നത്. അദ്ദേഹം ഒരു സർക്കാർ ജോലിക്കാരനാണ് ഇത്ര. സർക്കാർ ജോലി കഴിഞ്ഞ ഒഴിവുള്ള സമയങ്ങളിലാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇന്നിപ്പോൾ ഇതിന് 40 ഏക്കർ വിസ്തൃതി ഉണ്ട് എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും അടിപൊളിയായ സ്ഥലമാണ്. ഫുള്ള് പാറക്കല്ല്, പിന്നെ കുറച്ച് ടൈലും ടൈലല്ല അത്, എന്തോ ഒരു പാത്രങ്ങളൊക്കെ പൊട്ടിച്ചാണ്ട് ഉണ്ടാവണ പൊട്ടുകൾ ഉണ്ടാവില്ല, അതൊക്കെ പതിപ്പിച്ചിട്ട് മനോഹരമായിട്ടുണ്ട്. എന്തായാലും ഭൂരിഭാഗം 99% കല്ലുകൊണ്ട് തന്നെയാണ് എല്ലാ പ്രതിമകളും രൂപങ്ങളും. ഇതുണ്ടോ, ഇതൊക്കെ ഓരോ രൂപങ്ങളുടെ പതിപ്പാണ്. നല്ല അടിപൊളിയാക്കിയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ. എന്തായാലും ഞാനിപ്പോൾ ഈ നടന്നു പോണത് ഇതിൻ്റെ ഒരു അകത്ത് കയറിയിട്ടില്ല, ജസ്റ്റ് ഇതൊന്ന് അകത്ത് കയറാത്തൊരു വ്യൂ ആണ്. ഇതിൻ്റെ അകത്തേക്ക് ഇനിയും പോവാനുണ്ട്. ഇവിടെ എല്ലാ കാര്യങ്ങളായാലും നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഗുഹമാരി കണ്ടില്ലേ, സൈഡിൽ ഗുഹമാരിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കുറേ രൂപങ്ങളുണ്ട്. എന്തായാലും ഇനി ഈ ഒരു ഗ്യാപ്പ് കൂടിയാണ് പോവാനുള്ളത്. ഇതാണ് ഇതിൻ്റെ തുടക്കം തോന്നുന്നുണ്ട്. എന്തായാലും കണ്ടോ, കരിങ്കല്ലല്ല, മറ്റേ വെള്ളാരങ്കല്ല്, അതേമാതിരത്തെ കുറേ സാധനങ്ങൾ പതിപ്പിച്ചാണ്ട് സെറ്റാക്കി എടുത്തതാണ്. ഇതൊക്കെ ഓരോ രൂപങ്ങളാണ്, എന്താണെന്ന് പറയാൻ കഴിയില്ലല്ലോ, എന്തൊക്കെയാണെന്ന് ഓൽക്ക് തന്നെ അറിയുള്ളൂ. ചരിത്രപരമായി വല്ലാതെ അറിവുകളൊന്നും കിട്ടിയിട്ടില്ല. കുറേ ആൾക്കാർ വരുന്നുണ്ട്, സ്കൂളത്തെ കുട്ടികളും പഠനാവശ്യത്തിനായാലും കുറേ ആൾക്കാർ വരുന്നുണ്ട് ഇങ്ങോട്ട്. ഫുള്ള് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇങ്ങനത്തെ ഗുഹമാരത്തെ ഒരു സംഭവത്തിലാണ്. ഒരാൾക്ക് നടന്നു പോകാനുള്ളൊരു ഗ്യാപ്പിൽ ഇങ്ങനെ വഴിയൊക്കെ അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ തന്നെ നിന്നാണ്ട് കുറേ ആൾക്കാർ ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെയാണ്. ഉള്ളിൽ ഇതിലും നല്ല സെറ്റപ്പാണെന്നാണ് പറഞ്ഞു കേട്ടത്. നല്ല കാഴ്ചകളും വെള്ളം വരുന്നുണ്ട്. നല്ല തണുപ്പാണ് കേട്ടോ ഇവിടെ. വൈകുന്നേരം ആയാലും നല്ല തണുപ്പാണ്, ഒരു രക്ഷയില്ല. ഹുഡീസ് സ്വെറ്റർ അങ്ങനത്തെ ഒന്നും ഇടാതെ ഇതിവിടെ നടക്കൽ നമ്മളെ കൊണ്ട് കഴിയില്ല. കുറേ ആൾക്കാർ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്, നമ്മളെ കൊണ്ട് കഴിയില്ല. ഇതുണ്ടല്ലേ, ഇത് ഇതേമാതിരി കൊട്ട വട്ടി അങ്ങനത്തെ ഒക്കെ ഫുള്ള് കല്ലുകൊണ്ടുള്ള സെറ്റപ്പാണ്. കല്ലടുക്കി പെറുക്കി വെച്ചിട്ട്, അതേമാതിരി മുടഞ്ഞമാരിയൊക്കെ വെച്ചിട്ട്, കല്ലുകൊണ്ട് മരം കൊണ്ടുണ്ട് ചില സംഭവങ്ങൾ. ഇത് ഫുള്ളായിട്ട് മൊത്തത്തിൽ തന്നെ സംഭവം നമ്മളിങ്ങനെ കാണുക, ജസ്റ്റ് കാണുക. അവിടെ കണ്ടില്ല കുറേ ഇരിക്കാനുള്ള സെറ്റപ്പുകളും, കുറേ കുട്ടികൾ വന്നിട്ടുണ്ട് ഇവിടെ. ഇത് കൂടി ഇങ്ങനെ തന്നെ ഇതിങ്ങനെ ജസ്റ്റ് നടന്ന് കാണുക. ഇവിടെ വലിയൊരു വെള്ളച്ചാട്ടമൊക്കെ വരുന്നുണ്ട്. അതുപോലെ കൃത്യമായി ഉണ്ടാക്കിയതാണ്, എന്നാലും അതിൻ്റെ ഒരു ഭംഗിയും കാര്യങ്ങളൊക്കെ വേറെ ലെവൽ തന്നെയാണ്. ഫോട്ടോ എടുക്കാനായാലും എന്താ പറയുക, വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മൊത്തം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു രക്ഷയില്ല അറിയാം. നടക്കുന്ന പാതയായാലും ഫുള്ള് പാറക്കല്ലുകൾ അടുക്കി വെച്ചിട്ട് സിമെൻ്റ് ഇട്ട് അങ്ങനെയൊക്കെ ചെയ്തെടുത്താണ് ഫുള്ളായിട്ട്. ഇതിപ്പോൾ കണ്ടില്ലേ, കാഴ്ചകൾ കണ്ടില്ലേ, ഫുള്ള് പാറക്കല്ലുകൾ കൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാണ്. രക്ഷയില്ല. ഈ കൊട്ടാരമൊക്കെ ആയാലും ഇതുവഴി പോകാനുള്ളത് ഒരു ഇരുട്ട് റൂമാണ്. ഇരുട്ട് വഴിയാണ്. എത്രത്തോളം കാണുന്നൊന്നും ഇപ്പം ഞാൻ കണ്ട മാതിരി ക്ലിയർ കിട്ടൂല ഇതിൽ. കാരണം നമ്മൾ രാത്രിയാണ് ഇങ്ങോട്ട് എത്തിയിട്ടുള്ളത്. അതിൻ്റേതായ ഒരു പോരായ്മയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. 40 ഏക്കർ എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റേതായ കാര്യങ്ങൾ കാണാനും പരിചയപ്പെടാനൊക്കെ ഉണ്ട്. ചെറിയൊരു വീഡിയോയിലൊന്നും ഉൾപ്പെടുത്താനാവില്ല, എന്നാലും എന്നെക്കൊണ്ട് കഴിയണ മാതിരി ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ രാത്രി സമയമായതുകൊണ്ട് കുറേ വഴികളുണ്ട്.
ഇതിൽ കൂടി പോയാൽ പുറത്തേക്ക് എത്തുകയാണെങ്കിൽ ഒന്നും ഒരു പിടുത്തമല്ല. അതൊക്കെ ഇനി കണ്ടെത്തിയിട്ട് വേണം. എക്സിറ്റ് ഒന്നും ഇവിടെ കാണാനുമില്ല. അങ്ങനത്തെ ഓരോ സംഭവങ്ങളാണ്. എന്തായാലും കുറേ ആൾക്കാർ പോകുന്നുണ്ട് പോലെ, പിന്നെ അതങ്ങനെ പോയി നോക്കുക, അത്രേ ഉള്ളൂ. ഇനി ഈ വഴി പോയാൽ അപ്പുറത്തുനിന്ന് നമ്മൾ നേരത്തെ കണ്ടില്ല ഒരു പാലന്മാരൊക്കെ ഒരു സെറ്റപ്പ്, അങ്ങോട്ട് എത്തിച്ചേരുന്നു. അതും ഉണ്ടാക്കിയാണ്, ഫുള്ള് ഇവിടെ ഉണ്ടാക്കിയെടുത്താണ്. നാച്ചുറലായിട്ടുള്ള ഒന്നും സംഭവങ്ങളൊന്നുമില്ല. നാച്ചുറലായിട്ടുള്ളത് വരുത്തി തീർത്തിട്ടുണ്ട് ഇവിടെ. എല്ലാതും കണ്ടില്ലേ, വെള്ളച്ചാട്ടമായാലും അവിടെ ആയാലും. അവിടെ എന്തൊക്കെ വീടുമാരി എന്തൊക്കെ സെറ്റപ്പ് കല്ലുകൊണ്ടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പുരാതന കാലത്ത് ഉണ്ടായ വീടുമാരിട്ടൊക്കെ സംഭവങ്ങൾ എന്തൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്കൊന്നും അറിയില്ല, നമ്മൾ കാണുക ജസ്റ്റ്. കുറേ കാര്യങ്ങളുണ്ട്. ചരിത്രപരമായി പറയുകയാണെങ്കിൽ കുറേ കാര്യങ്ങളുണ്ടാവും. നമുക്ക് ഒന്നും അറിയാത്തതുകൊണ്ട് ജസ്റ്റ് കാണുക എന്നുള്ളതുള്ളൂ. നമുക്ക് ഇത്രയും ഉണ്ട് എന്ന്, ഇത്രത്തോളം ഇവിടെ കാണാനുണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് രാവിലെ വന്നേന്ന്. ഇത്ര നേരം വഴുകാൻ നിൽക്കില്ലെന്നില്ല, കാരണം അത്രത്തോളം ഇവിടെ കാണാനുണ്ട്. ഞാനൊരു ചെറിയ വീഡിയോയിൽ ഒരു 6 മിനിറ്റിൻ്റെ വീഡിയോയിൽ ഇത് ഒതുക്കുന്നുണ്ടെങ്കിലും അത് മാത്രമൊന്നുമല്ല, കുറേ കാര്യങ്ങൾ കാണാനും പരിചയപ്പെടാനൊക്കെ ഉണ്ട്. കണ്ടില്ലേ ഈ പാലം നമ്മൾ അവിടുന്ന് അപ്പുറത്തുനിന്ന് കണ്ടില്ലേ, ചുറ്റി വളഞ്ഞ് വന്നതാണ്. ഇവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുക. കുറേ ആൾക്കാർ ഫോട്ടോ എടുക്കുന്നുണ്ട്. അവിടെ മുകളിൽ കയറി ഫോട്ടോ എടുക്കുക. ഒരു രക്ഷയില്ല കാര്യങ്ങൾ. ഇതിപ്പോൾ ഒരു പാലം നിർമ്മിച്ചാണ്, അതിൻ്റെ ചോട്ടിൽ കൂടി വെള്ളച്ചാട്ടവും വെള്ളവും അരുവിയൊക്കെ ഒഴുകുന്നുണ്ട്. കണ്ടില്ലേ, നമ്മളെ ജോമോനേട്ടൻ പോകണ്ടില്ലേ, അവിടെ പോയി ഫോട്ടോ എടുക്കുക. സെറ്റാണ് സംഭവം. സ്ഥലമൊക്കെ അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. ഛത്തീസ്ഗഡിൽ വന്നാൽ മിസ് ചെയ്യാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ ഒന്നാണിത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.